ഇനി നമുക്ക് അടുത്തത് നോക്കാം. റീറ്റ ബാഗുകൾ ഒരുക്കി, അതായത് പാക്ക് ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ പറയുക ഇംഗ്ലീഷിൽ? റീറ്റ പാക്ഡ് ദ ബാഗ്സ്. അപ്പോൾ റീറ്റ ബാഗുകൾ പാക്ക് ചെയ്തില്ല എന്നായിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാൽ? റീറ്റ ഡിഡിൻറ്റ് പാക്ക് ദ ബാഗ്സ്. ഡിഡിൻറ്റ് കഴിഞ്ഞിട്ട് പാക്ക് കേട്ടോ, ഇടിയില്ല. ഇനി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. റീറ്റ ബാഗുകൾ പാക്ക് ചെയ്തോ? എന്താ ചോദിക്കുക? ഡിഡ് റീറ്റ പാക്ക് ദ ബാഗ്സ്? റീറ്റ ബാഗുകൾ പാക്ക് ചെയ്തില്ലേ? അതെന്ത് ചോദിക്കും? ഡിഡിൻറ്റ് റീറ്റ പാക്ക് ദ ബാഗ്സ്? ഇനി എനിക്ക് ചോദിക്കേണ്ടത് ആരാണ് ബാഗുകൾ പാക്ക് ചെയ്തതെന്നാണ്. അപ്പോൾ ആര്, അവിടെ എനിക്ക് റീറ്റ എന്നുള്ളതാണ് ഉത്തരമായിട്ട് കിട്ടുക. ഈ ആര് എന്നുള്ളതിന് ഏത് ക്വസ്റ്റ്യൻ വേർഡാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക? ഹൂ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ചോദ്യം വരിക? ഹൂ പാക്ഡ് ദ ബാഗ്സ്. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ഹൂ വെച്ചാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അവിടെ പിന്നെ നമ്മൾ ഡിഡ് ഉപയോഗിക്കേണ്ടതില്ല, ആ വേർബിൻ്റെ പാസ്റ്റ് ഫോം തന്നെ അങ്ങോട്ട് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൂ പാക്ഡ് ദ ബാഗ്സ് എന്ന്. ഹൂ ഡിഡ് പാക്ക് എന്നല്ല ഞാൻ ചോദിച്ചത്. നമ്മൾ ഇതിനു മുമ്പത്തെ ലെസണിലും ഇതേ കാര്യം കണ്ടിരുന്നു. ഹൂ വെച്ചാണ് ചോദ്യം തുടങ്ങുന്നതെങ്കിൽ പിന്നെ ഡു ഡസ് ഒന്നും നമ്മളന്ന് ഉപയോഗിച്ചിരുന്നില്ല. അതേപോലെ തന്നെയാണ് ഡിഡും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൂ പാക്ഡ് ദ ബാഗ്സ് എന്ന്. ഹൂ ഡിഡ് പാക്ക് എന്നല്ല ഞാൻ ചോദിച്ചത്. നമ്മൾ ഇതിനു മുമ്പത്തെ ലെസണിലും ഇതേ കാര്യം കണ്ടിരുന്നു. ഹൂ വെച്ചാണ് ചോദ്യം തുടങ്ങുന്നതെങ്കിൽ പിന്നെ ഡു ഡസ് ഒന്നും നമ്മളന്ന് ഉപയോഗിച്ചിരുന്നില്ല. അതേപോലെ തന്നെയാണ് ഡിഡും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൂ പാക്ഡ് ദ ബാഗ്സ്. അങ്ങനെ നമ്മൾ ഡിഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ നമ്മൾ ഡിഡ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിൽ വരുന്ന ഒരു സെൻറ്റൻസ് നെഗറ്റീവ് ആക്കാനും അതിന് പറ്റിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുമാണെന്നല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, സാധാരണ നമ്മൾ ഈ പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസസ് വരുമ്പോൾ, പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ അവിടെ ഡിഡ് ഉപയോഗിക്കാറില്ല. അവിടെ നമ്മൾ നേരെ വേർബ് പാസ്റ്റ് ടെൻസിലാക്കി അങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി അല്ലേ. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ പോസിറ്റീവ് സെൻറ്റൻസസിൻ്റെ കാര്യത്തിലും ഡിഡ് ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഉദാഹരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. ഞാൻ കഴിഞ്ഞ ആഴ്ച സിമിയെ കണ്ടുമുട്ടി. അപ്പോൾ കണ്ടുമുട്ടുക എന്നുള്ളതിന് മീറ്റ് എന്നാണ് പറയുക. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് പറയേണ്ടത്. അപ്പോൾ അത് മെറ്റ് ആണ്. അപ്പോൾ സെൻറ്റൻസ് ഉണ്ടാവും ഐ മെറ്റ് സിമി ലാസ്റ്റ് വീക്ക്. അവിടെ ഞാൻ ഡിഡ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഐ മെറ്റ് സിമി ലാസ്റ്റ് വീക്ക്. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കും കേട്ടോ. ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ്, നീ ശരിക്കും സിമിയെ കണ്ടോ? അപ്പോൾ അവിടെ എനിക്ക് ഉറപ്പിച്ച് പറയണം, ഞാൻ സിമിയെ കാണുക തന്നെ ചെയ്തു എന്ന്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ പറയും ഐ ഡിഡ് മീറ്റ് സിമി ലാസ്റ്റ് വീക്ക്. കണ്ടോ, അവിടെ ഞാൻ എന്താ ചെയ്തതെന്ന് നോക്കൂ. ഐ മെറ്റ് സിമി എന്നുള്ളത് മാറ്റി ഐ ഡിഡ് മീറ്റ് സിമി എന്നാക്കി. അവിടെയും ശ്രദ്ധിക്കണം, ആ ഡിഡ് കഴിഞ്ഞിട്ട് ഞാൻ ബേസ് ഫോമാണ് ഉപയോഗിച്ചത്. ഐ ഡിഡ് മെറ്റല്ല, ഐ ഡിഡ് മീറ്റ് സിമി ലാസ്റ്റ് വീക്ക്. ഇനി ഒരെണ്ണം കൊണ്ട് നോക്കാം. ഞാൻ ഇന്നലെ ഡോക്ടറുടെ അടുത്ത് പോയി. എന്താ ഇംഗ്ലീഷിൽ പറയുക? ഐ വെൻറ്റ് ടു ദ ഡോക്ടർ യെസ്റ്റർഡേ. പോയി, ഐ വെൻറ്റ് ടു ദ ഡോക്ടർ യെസ്റ്റർഡേ. ഇനി ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ശരിക്കും ഡോക്ടറുടെ അടുത്ത് പോയോ? ഞാൻ എന്താ പറയുക? ഞാൻ ഡോക്ടറുടെ അടുത്ത് പോവുക തന്നെ ചെയ്തു. പോയി എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാണ്. അപ്പോൾ അവിടെ ഞാൻ എന്ത് പറയും? ഐ ഡിഡ് ഗോ ടു ദ ഡോക്ടർ യെസ്റ്റർഡേ. കണ്ടോ, ഐ വെൻറ്റ് എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ ഉറപ്പിച്ച് പറയാൻ ഐ ഡിഡ് ഗോ ടു ദ ഡോക്ടർ യെസ്റ്റർഡേ. അവിടെയും ശ്രദ്ധിക്കണം, ഡിഡ് കഴിഞ്ഞിട്ട് ഞാൻ ബേസ് ഫോം ഉപയോഗിച്ചു, ഗോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള പോസിറ്റീവ് സെൻറ്റൻസസിലും ഡിഡ് ഉപയോഗിക്കാം. അപ്പോൾ ഡിഡ് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിനൊരു പേരുണ്ട്. നമ്മളതിനെ എംഫാറ്റിക് ഡിഡ് എന്നാണ് പറയുക. ഈ പേര് ഓർത്ത് വയ്ക്കുക എന്നുള്ളത് ഒട്ടും പ്രധാനപ്പെട്ട കാര്യമല്ല കേട്ടോ. പക്ഷേ ഇനി അത് അറിയണം എന്നുള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എംഫാറ്റിക് ഡിഡ് എന്നാണ് പറയുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ ഡിഡിൻ്റെ ഉപയോഗങ്ങളെല്ലാം നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ എനിക്ക് ഈ സെൻറ്റൻസാണ് പറയേണ്ടത്. മിയ ഒരു വീട് വാങ്ങി. അപ്പോൾ വാങ്ങുക എന്നുള്ളതിന് ബൈ എന്നാണ് പറയുക. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ബോട്ട് ആണ്. അത് ഓർക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയുക? മിയ ബോട്ട് എ ഹൗസ്. ഇനി എനിക്ക് പറയേണ്ടത് മിയ വീട് വാങ്ങിയില്ല എന്നാണ്. അപ്പോൾ അത് ഞാൻ എങ്ങനെ പറയും? മിയ ഡിഡിൻറ്റ് ബൈ എ ഹൗസ്. വ്യത്യാസം കണ്ടല്ലോ. ആദ്യം മിയ ബോട്ട് എന്ന് പറഞ്ഞു, അവിടെ ഡിഡ് വേണ്ട. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് വാങ്ങിയില്ല എന്നാണ്. അപ്പോൾ മിയ ഡിഡ് നോട്ട് ബൈ എ ഹൗസ്. മിയ ഡിഡിൻറ്റ് ബൈ എ ഹൗസ് എന്നായി. ഇനി ചോദ്യങ്ങൾ. മിയ വീട് വാങ്ങിയോ? എന്താ ചോദിക്കുക? ഡിഡ് മിയ ബൈ എ ഹൗസ്? ഡിഡ് മിയ ബൈ എ ഹൗസ്? അടുത്ത ചോദ്യം, മിയ വീട് വാങ്ങിയില്ലേ? എന്ത് ചോദിക്കും?
നിങ്ങൾ പറയണം. ഡിഡിൻറ്റ് മിയ ബൈ എ ഹൗസ്? കണ്ടോ, അവിടെ ഡിഡിൻറ്റ് ആയി. ഡിഡിൻറ്റ് മിയ ബൈ എ ഹൗസ്? അപ്പോൾ നമ്മൾ 2 തരത്തിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് കണ്ടു. ഇനി നമ്മളൊരു WH ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ചോദ്യം ഇതാണ്, എന്താണ് മിയ വാങ്ങിയത്? എന്താണ്? വാട്ട്. വാട്ട് ഡിഡ് മിയ ബൈ? വാട്ട് ഡിഡ് മിയ ബൈ? ഇനി എനിക്ക് അതൊന്ന് എംഫസൈസ് ചെയ്ത് പറയണം, ഒന്ന് ഊന്നി പറയണം. മിയ വീട് വാങ്ങുക തന്നെ ചെയ്തു. നമ്മൾ അവസാനം പഠിച്ചതാണ്. എന്താ പറയുക? മിയ ഡിഡ് ബൈ എ ഹൗസ്. മിയ ഡിഡ് ബൈ എ ഹൗസ്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം കണ്ടല്ലോ, ആദ്യത്തെ ആ ഒരു സെൻറ്റൻസിൽ മാത്രം ഞാൻ മിയ ബോട്ട് എന്ന് പറഞ്ഞു. ബാക്കി എല്ലാത്തിലും ഡിഡ് കഴിഞ്ഞിട്ട് ബേസ് ഫോം ബൈ ഉപയോഗിച്ചു.